ഇത് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ഈ പൈനാപ്പിൾ പോർക്ക് കോമ്പിനേഷൻ കാണുന്നത്. ഇത് എന്തായാലും ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയായിട്ട് എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെയാണ് പോകുന്നത്? നമ്മൾ ഏകദേശം ഈ റോഡ് വന്നിട്ട് ഒലിപ്പുനടയാണ്. നരുവാമൂട് ഒലിപ്പുനട എന്ന് പറയുന്ന സ്ഥലത്തൊരു അടിപൊളി ഒരു കടയുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കട തപ്പിപ്പോവാണ്. ഇത് എവിടെയാണെന്നൊരു പിടിയില്ല, ഒന്ന് നോക്കട്ടെ. ആരുടെയും ചോദിച്ചു നോക്കാം നമുക്ക്. എന്താണ് സ്പെഷ്യൽ? എന്താണ് അവിടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. സ്പെഷ്യലായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഫേമസ് ആയ ഒരു കുഞ്ഞു കടയാണ് കേട്ടോ. കുഞ്ഞു കടയുണ്ടോന്ന് പറഞ്ഞു. അവിടെ സ്പെഷ്യലായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ആ കട കേട്ടോ. ഒലിപ്പുനട എന്ന് പറയുന്ന സ്ഥലത്ത് ഇതാണ് ആ കട. ചെറിയ കടയാണ്. ചെറിയ കടയാണെങ്കിലും ഒരുപാട് വലിയ വിഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തണ്ടേ. ഇവിടുത്തെ ഒരു വെറൈറ്റി ഐറ്റമാണ് ഇതാ ഇരിക്കുന്നത് കേട്ടോ. ഇത് പോർക്കാണ്. നല്ല രീതിക്ക് പൈനാപ്പിൾ പോർക്ക് ഒരു വെറൈറ്റി കൊണ്ടുവന്നതാണ്. എല്ലാത്തിനും വെറൈറ്റി ആണല്ലോ നമ്മൾ അന്വേഷിച്ച് പോകുന്നത്. അപ്പോൾ ആ ഒരു വെറൈറ്റിയാണ് പൈനാപ്പിൾ പോർക്ക് എന്ന് പറയുന്ന സംഭവം. പൈനാപ്പിൾ പോർക്കാണിത്. ഇതൊന്ന് വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ പോർക്ക് വീണ്ടും അടുപ്പിൽ തന്നെ കിടക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ഈ പൈനാപ്പിൾ പോർക്ക് കോമ്പിനേഷൻ കാണുന്നത്. ഇത് എന്തായാലും ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു പൈനാപ്പിൾ പോർക്ക് കഴിക്കാനാണ് പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തിയത്. ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ള സൗകര്യം വളരെ കുറവാണ്. ഇത് കണ്ടപ്പം എനിക്ക് ചെയ്യണമെന്ന് തോന്നി. വീഡിയോ ആയിട്ട് കഴിക്കാനാണ് വന്നത്. എന്തെങ്കിലും ഇത്രയും ക്വാളിറ്റിയുള്ള ഫുഡ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഒരുപാട് പേര് അകത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഒരു കാര്യം, ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഈ പന്നിയുടെ സ്പെഷ്യലുകൾ കിട്ടുകയുള്ളൂ. രാവിലെ 6 മണി മുതൽ കട തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. രാത്രി 9 മണി വരെ കാണും. മറ്റു വിഭവങ്ങളെല്ലാം എല്ലാ ദിവസവും കാണും. ഒരു ദിവസം എത്ര ക്വാണ്ടിറ്റിയിലുള്ള പോർക്ക് നിങ്ങൾ ഇവിടെ ചെയ്യും? ഞായറാഴ്ച തിരക്കും. അത് നമുക്ക് ശരാശരി 80-90 രൂപയോളം ഇപ്പം നിലവിൽ പോകുന്നുണ്ടല്ലേ? അപ്പൊ എന്തായാലും അടുത്ത ഒരു സ്റ്റെപ്പ് റെഡിയാക്കി വെച്ചു. അടുത്ത സ്റ്റെപ്പ് ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മൂന്നാമത്തെ സ്റ്റെപ്പാണ്. ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് ഞായറാഴ്ച ഒരുപാട് ഫാമിലി കഴിക്കാൻ വരും. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. വീഡിയോസ് ഒക്കെ നേരത്തെ കണ്ടിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പം വന്നപ്പോഴത്തേന് ഇതെല്ലാം കൂടെ എങ്ങനെ നമ്മൾ കഴിക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും നല്ല സാധനങ്ങളാണ്. കാരണം പല വെറൈറ്റിയിലാണ്. ഏതെങ്കിലും ഒരു ഐറ്റം അല്ലേ നമുക്ക് കഴിക്കും. എന്നാലും ഞാൻ എല്ലാം ട്രൈ ചെയ്യും കേട്ടോ. ഇത് ബീഫാണ്, വറുത്തരച്ച ബീഫാണ്. വേണമെങ്കിൽ കഴിച്ചു പോകാം. നാടൻ കോഴി പെരട്ടാണ്. നാടൻ കോഴി പെരട്ടാണിത്. ഇത് തോരൻ നാടൻ കോഴി. ഇത് പന്നി പെരട്ടാണ്. അടുത്ത് അടുപ്പിയിരിക്കുകയാണ്. ഇത് പെരട്ടാണ്. ഈ മാമൻ 47 വർഷമായിട്ട് പാചക ഫീൽഡിലാണ്. അതിന്റെ കൈപുണ്യം ഇതിൽ അറിയാനുമുണ്ട് അല്ലേ മാമ? ഞാൻ 47 ഇന്ന് വരെ എൻ്റെ അമ്മ പണ്ട് പന്നി വെച്ച് തന്ന രീതിയിൽ വെച്ചു കൊടുക്കുകയാണ്. അതെ, പഴയ രുചിയാണ് എല്ലാവരും തേടി പോകുന്നത്. ഒരുപാട് പേര് ദൂരെ നിന്ന് കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് വർണ്ണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വന്ന് കഴിച്ചു നോക്കുക. ഒരുപാട് പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വെറൈറ്റിയിലും ചിക്കൻ ഉണ്ട്, പോർക്കുണ്ട്, ബീഫുണ്ട്, കോഴി തോരനുണ്ട്, കോഴി കറിയുണ്ട്. എല്ലാം വെറൈറ്റിയാണ്. എല്ലാ വെറൈറ്റിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ചോയ്സിലുള്ള എല്ലാ സാധനവും പൈനാപ്പിൾ ഇട്ടാണ് ചെയ്യുന്നത്. പൈനാപ്പിൾ ഇട്ട് ചെയ്യുന്ന വെറൈറ്റി പോർക്ക്. ആരൊക്കെയാണ് മാമന്റെ സഹായിയായിട്ട് ഇവിടെ ഉള്ളത്? എന്റെ മകൻ, ഭാര്യ, മരുമോള് എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒരു കുടുംബമായിട്ട്. പിന്നെ കൂട്ടുകുടുംബമായിട്ട് ഒരു പ്രസ്ഥാനം തുടങ്ങിയാലേ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. അതുപോലെയാണ് വിജയം. ഇതൊരു വീടാണ് കേട്ടോ. വീട്ടിലാണ് ഈ പാചകം. വീടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വീടാണിത്. അപ്പം ഒരുപാട് വലിയ സൗകര്യങ്ങളൊന്നുമില്ല. എന്നാലും ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. തിരക്കി പിടിച്ച് വരുന്നുണ്ട് ഇവിടെ. ഇത് ചിക്കനാണ്. ഏകദേശം പോർക്ക് ഇവിടെ പോകുന്നത് 90 പോർക്കാണ് ഇവിടെ ഹൈലൈറ്റ് നിൽക്കുന്നത്. 90 കിലോയോളമാണ് പോർക്ക് ഇവിടെ പോകുന്നത്. അത്രയും തിരക്കുണ്ട്. നമുക്ക് വന്നൊക്കെ പാഴ്സലും പോകുന്നുണ്ട്. അതുപോലെ തന്നെ കഴിക്കാൻ ഫാമിലി ഒരുപാട് പേരുണ്ട്. നമുക്കിനി ഫാമിലി കഴിക്കുന്നവരോടൊക്കെ റിവ്യൂ ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഈ തോരൻ എന്നൊക്കെ പറഞ്ഞാൽ ഡ്രൈ ആയിട്ടിരിക്കുന്നു. കുഴഞ്ഞിരിക്കുന്നില്ല, നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന തോരനാണ്. തോരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വേണം ഇരിക്കാനായിട്ട്. ഇത് പൈനാപ്പിൾ സ്പെഷ്യലാണ്. എൻ്റെ ഒരു അച്ഛനും മോനും ഇല്ലേ? അച്ഛനും മോനും ഇവിടെ വന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് ചേട്ടാ? ഒരു രക്ഷയില്ല. ഇതിനുവേണ്ടി മാത്രം കിടിലം. ഞാൻ ഇതുവരെ കഴിച്ചില്ല. 8 നല്ല പോർക്ക്. ഓരോരുത്തരുടെയും റിവ്യൂ ഇങ്ങനെയാണ് കേട്ടോ. അടിപൊളിയാണ്. പോർക്ക് ബട്ടർ വാങ്ങിച്ചു, തോരനും വാങ്ങിച്ചു. ഒരു രക്ഷയില്ല. അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? അടിപൊളിയാണ്. എവിടെന്നാ വരുന്നത്? വട്ടിയൂർക്കാവ് കൂടുതൽ ആൾക്കാർ ഇവിടെ കഴിക്കാൻ വന്നിട്ടുള്ളത് കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഫുഡ് എല്ലാം ഇഷ്ടപ്പെട്ടല്ലോ. സ്പെഷ്യലി പോർക്ക് ഐറ്റംസ് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡൊക്കെ? ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് എവിടെയാണ്. ഞാൻ താമസിക്കുന്നത് രാമപുരത്താണ്. ഞാൻ ഇപ്പം എൻ്റെ പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ കുവൈറ്റിലാണ്. ഞാൻ ഇപ്പോൾ ലീവിന് വന്നതാണ്.
ഇവിടുത്തെ വീഡിയോസ് എല്ലാം കാണുമ്പോഴെല്ലാം നമ്മൾ ആത്മാർത്ഥയാണ്. ഇവിടുത്തെ എൻ്റെ സ്വന്തം മാവനാണ്. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്നതെല്ലാം കോപ്പറേറ്റ് ആണ്. നമുക്ക് അത്രയും പക്കായിട്ട് പറയാം. വെറൈറ്റിയാണ്, നല്ല ഇത് ക്വാളിറ്റിയാണ്, സൂപ്പറാണ്. അതിന് വേറെ ഒന്നും പറയാനില്ല. നമ്മൾ രാമപുരത്ത് നിന്ന് നമ്മൾ എൻ്റെ കസ്റ്റമർ ഞാൻ കൊണ്ടുവന്നത്. എന്നിട്ട് ഞാൻ വണ്ടി കൊണ്ടിരിക്കുക. ഞാൻ ഗൾഫിൽ നിന്ന് വന്നാലും ഞാൻ വണ്ടി ഓടിക്കും, ആട്ടോ ഓടിക്കും. ഞാൻ തമ്മ സ്റ്റാൻഡിൽ വണ്ടി ഓടണം, ഗ്യാസ് സ്റ്റേഷനിൽ. എന്നാലും ഇവിടെ കൊണ്ടുവന്ന് അവർ ഫുഡ് കഴിക്കുന്നത് ഫുഡ് ഒന്നും പറയാനില്ല, സൂപ്പറാണ്. അതാണ് ഇവിടെ കപ്പയുടെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ബാക്കിയുള്ളവരൊന്ന് കഴിച്ചുകൊണ്ട് വരികയുന്നു. അപ്പോൾ ഇങ്ങനെ ചെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരു ഫാമിലിയിലുള്ളതാണ് കേട്ടോ. വേറെ കടയിൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഒത്തൊരുമയോടുള്ളൊരു കടയാണ്. തുടങ്ങണമെന്നൊരു പിടിയില്ല കേട്ടോ. പുട്ട്, കപ്പ ഇളക്കിയത്, കപ്പ മുറിച്ച വെച്ചത്, ഇടിയപ്പം, ദോശ, പുട്ട് 2 ഐറ്റം. ഇനി കുറച്ച് ഐറ്റംസ് തീർന്നു പോയി, സമയം ഇത്ര ആയതുകൊണ്ട്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഇത്രയും ക്വാളിറ്റിയുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തുടങ്ങാം. അങ്ങോട്ട് ഒരു സൈഡിൽ ഇതാ ഈ പൈനാപ്പിൾ പോർക്കിൻ്റെ ഒരു പീസ് അങ്ങോട്ട് വയ്ക്കണം. ഇങ്ങനെ പീസ് എടുത്തിട്ട് ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ സെറ്റായി എടുക്കണം. എന്നിട്ട് ഈ പോർക്ക് പെരട്ടിലോട്ട് മുക്കിയിട്ട് അത് ഇങ്ങനെ ആരും നോക്കുന്നുണ്ടോ നോക്കിയിട്ട് അത് പൊളി. ഒരു രക്ഷയിലാണ്, ഒരു രക്ഷയില്ലാത്തൊരു കോമ്പിനേഷൻ. കഴിഞ്ഞു നോക്കും. അതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ തോരന്. പൈനാപ്പിൾ പോർക്കെന്ന് പറഞ്ഞാൽ വേറെ വെറൈറ്റി ലെവലിലുള്ള ടേസ്റ്റ്. ഇനി ഒരു ഐറ്റം ട്രൈ ചെയ്യാൻ പറഞ്ഞാൽ വറുത്തരച്ച ബീഫ് കറി കേട്ടോ. വെന്തുടഞ്ഞ കപ്പ എടുത്തിട്ട് കുറച്ച് ഗ്രേവിയിൽ ആദ്യം മുക്കണം. എന്തിനെ ഒന്ന് ഉരുട്ടണം. ഉരുട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ ആ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അടിപൊളി ഐറ്റം കേട്ടോ. വീണ്ടും വീണ്ടും അത് കഴിക്കാൻ പറ്റും. ഏത് കഴിച്ചാലും അത് കഴിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയുണ്ടോ ആവശ്യം? സൂപ്പർ. എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. സൂപ്പർ ടേസ്റ്റ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് എന്തായാലും പതുക്കെ സമയമായിട്ട് ഞാൻ തിന്ന് തീർത്തിട്ടേ പോകുന്നത്. ആ ഒരു ലെവല് സാധനം കേട്ടോ. അപ്പോൾ വയറ് നിറഞ്ഞപ്പോൾ ഇനി ലൊക്കേഷൻ പറയാതെ പോയെന്ന് പറയില്ല. നരുവാമൂട് ഒലിപ്പ് നടയിലുള്ള SN ടീ ഷോപ്പാണ്. ടീ ഷോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടീ മാത്രമൊന്നും വിചാരിക്കില്ല, ഒരു ഫുഡിൻ്റെ കലവറയാണ്. ഷാപ്പ് ടേസ്റ്റിൽ കഴിക്കാം. നമ്മൾ ഷാപ്പിലൊക്കെ പോയി കഴിക്കുമല്ലോ, അതേ ടേസ്റ്റിൽ അതേ രുചിയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കഴിക്കാം.